അടുത്ത് വന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിന് ആനുവൽ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ലെയേഴ്സ് ഓഫ് ദ എർത്ത് ആൻഡ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ അത് നോക്കാതെ ആരും എന്ത് ചെയ്യണ്ട, എക്സാമിന് പോകണ്ട. ഏതൊക്കെയാണ് ലെയേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്? ക്രസ്റ്റ്, മാന്റില്, ഇന്നർ കോർ, ഔട്ടർ കോർ അല്ലെ. രണ്ടെണ്ണം ഉണ്ട്, ഇന്നർ കോറും ഔട്ടർ കോറും അല്ലെ. നമ്മുടെ ഈ ക്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലെ. നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള മാന്റിലിനെയും നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ. ഓക്കെ, നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ഏതാണ്? ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അപ്പൊ എത്ര ലെയേഴ്സ് ആയിട്ടാണ് അറ്റ്മോസ്ഫിയറിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 5 ആയിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പൊ ഇതിന്റെ ഒക്കെ എത്ര കിലോമീറ്ററോളം ഹൈറ്റിലാണ്, ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ഒരു ലെയേഴ്സ് നിൽക്കണേന്ന് നോക്കാം നമുക്ക് അല്ലെ. അപ്പൊ ട്രോപ്പോസ്ഫിയർ ആണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അത് എർത്ത് സർഫസിൽ നിന്നും 18 കിലോമീറ്റർ വരെയാണ് ഹൈറ്റിൽ നിൽക്കുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ എത്രയാണ്? 18 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ ആണ്. ആൻഡ് ദ മെസോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് തെർമോസ്ഫിയർ ഇറ്റ് ഈസ് ഫ്രം 80 കിലോമീറ്റർ ടു 400 കിലോമീറ്റർ. അപ്പൊ ദ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്? എക്സോസ്ഫിയർ ആണ്. അപ്പോ എക്സോസ്ഫിയറിന്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? യെസ്, ദാറ്റ് ഈസ് above 400 കിലോമീറ്റർ വരുന്നത് എല്ലാം എന്താണ്? ദ ലെയർ ഓഫ് എക്സോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ലെയേഴ്സ് ഓഫ് ദ എർത്തും ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയറും പഠിക്കാതെ മിസ്സിന്റെ കുട്ടികൾ ആരും എക്സാമിന് പോവരുത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.